Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. PDF കാണാമല്ലോ എല്ലാവർക്കും. Okay. Yes, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എംപ്ലോയീസ് ട്രെയിനിങ് എടുത്തിരുന്നു. സ്റ്റെപ്സ് പറഞ്ഞു. ട്രെയിനിങ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സില് ഓൺ ദ ജോബ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓൺ ദ ജോബ് ട്രെയിനിങ് OJT ചെയ്തു. നെക്സ്റ്റ് ഓഫ് ദ ജോബ് മെത്തേഡ്സ്. ഓഫ് ദ ജോബ് മെത്തേഡ്സ് ആണ്. In this off-the-job training method, the workers or employees learn their job roles away from the actual work floor. Okay, എന്തായിരിക്കും off-the-job methods എന്ന് പറയുന്നത്? Page number 28. 26. നിങ്ങളുടെ 26 ആണല്ലോ. ശരിക്കും പറഞ്ഞത് എന്താണ് ഓഫ് ദ ജോബ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് വർക്ക്സ് ആണ് അല്ലെ? അതായത് എംപ്ലോയീസ് എവിടെയായിരിക്കും ഇതിന്റെ ട്രെയിനിങ് ചെയ്യുന്നത്? ആക്ച്വൽ പ്ലേസിലായിരിക്കില്ല, അവരുടെ ഔട്ട്സൈഡ് പ്ലേസസിലായിരിക്കുമല്ലോ അവര് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് റെഗുലർ വർക്ക് സ്പേസിൽ തന്നെ വർക്ക് ടൈമിൽ തന്നെ അവർ ഔട്ട് സ്പേസസിലായിരിക്കുമല്ലോ ഇത്തരം വർക്ക്സിൽ ട്രെയിനിങ്സിൽ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഓഫ് ദി ജോബ് മെത്തേഡ്സിൽ എന്തൊക്കെ ടെക്നിക്സ് ആണ് ഉൾപ്പെടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ലെക്ചേഴ്സ്. ലെക്ചേഴ്സ് എന്താണ്? ലെക്ചർ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കില്ല അവർക്ക് ഓഫ്ലൈൻ സെഷൻ ആയിട്ട്, അല്ലെങ്കിൽ
പുറത്ത് എന്താണ് അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ലെക്ചർ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലെക്ചറിലൂടെയും ട്രെയിനിങ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then vestibule training. It is a classroom training which is often done with the help of equipment and machines which are identical with those used in place of work. Vestibule training. എന്താണ് vestibule training എന്ന് പറയുന്നത്? നമ്മളത് ക്ലാസ് റൂമിൽ കൊടുക്കുന്ന ഒരു പരിശീലനമാണ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ക്ലാസ് റൂമിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പരിശീലനമാണ്. അതായത് നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തരം ഉപകരണങ്ങളും അതിന് സാമ്യമുള്ള അതില് ജോലി സ്ഥലത്ത് ഉപയോഗിക്കുന്ന സാമ്യമായിട്ടുള്ള അതേ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ സഹായത്തോടെ നടത്തുന്ന ഒരു തരം ട്രെയിനിങ് ആണ് എന്ത്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലാസ് റൂം ട്രെയിനിങ്. ഓക്കെ, യെസ്, അത് അണ്ടർലൈൻ ചെയ്യണേ. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ ക്ലാസ് റൂം ട്രെയിനിങ് വിച്ച് ഈസ് ഓഫൻ ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എക്വിപ്മെന്റ് ആൻഡ് മെഷീൻസ് വിച്ച് ആർ ഐഡന്റിക്കൽ ടു ദോസ് യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് വർക്ക്. ഓക്കെ, ഇതൊരു തരം ക്ലാസ് റൂം പരിശീലനമാണ്. ഇത് പലപ്പോഴും നമ്മള് ജോലി സ്ഥലത്ത് ഉപയോഗിക്കുന്ന അല്ലെ ഉപകരണങ്ങളും അല്ലെങ്കിൽ അതെല്ലാം സാമ്യമുള്ള യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പരിശീലനം അവിടെ നടത്തപ്പെടുന്നത്. ഓക്കെ, ഇനി ട്രെയിനിങ്സുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള കോൺഫറൻസസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ട്രെയിനിങ് മെത്തേഡ്സിന്റെ മറ്റൊരു ഭാഗമാണ് എന്താ? കോൺഫറൻസസ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ പരിശീലനങ്ങളുമായി അവരുടെ ടാസ്കുകളും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസും കോൺഫറൻസസുകളും സംഘടിപ്പിക്കുന്നു. Then case studies, learning by doing. കേസ് സ്റ്റഡീസ് കേട്ടിട്ടുണ്ടോ? കേസ് സ്റ്റഡി എന്താണ്? ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ലേണിംഗ് ബൈ ഡൂയിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്, പ്രാക്ടിക്കലി നമ്മളത് ചെയ്ത് പഠിക്കണം അല്ലെ? ചെയ്ത് പഠിക്കലാണ് എന്ത്? ലേണിംഗ് ബൈ ഡൂയിങ്. അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് പ്രോബ്ലംസ് ഒക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, യെസ്. ദെൻ റോൾ പ്ലേയിങ്. Role playing. Role playing can be defined as a pretending to be someone else or pretending to be in a particular situation that you are not really in at the time. എന്തായിരിക്കും ഇവിടെ റോൾ പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത്? റോൾ പ്ലേ നമ്മൾ കോമൺലി റോൾ പ്ലേ എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ക്യാരക്ടേഴ്സിന്റെ റോൾസ് നമ്മള് ചെയ്യുന്നതാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ റോൾ പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? എന്താണ്? ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ഇതെങ്ങനെ ട്രെയിനിങ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാം? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കിയത്. സിമ്പിൾ ആയിട്ട് പറയാലോ. ഇവിടെ എംപ്ലോയീസ് ആരുടെ റോൾസ് ആണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ഒരു റോൾസ് അല്ലെ? അതായത് നമ്മൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു റോൾ ഇല്ല, ആ ഒരു വ്യക്തി ചിലപ്പോ ഒരു ആരായിരിക്കും ആ വർക്ക് ടീമിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ബേസിക് ആയിട്ട് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ സാമീപ്യം ഇല്ലാതെ തന്നെ നമ്മൾ നോർമലി എന്താണ് അയാൾ ഇല്ലാതെ തന്നെ അയാളുടെ റോൾസ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു തരം ട്രെയിനിങ് മെത്തേഡ് ടെക്നിക്സ് ആണ് എന്താ റോൾ പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കൊടുത്തിട്ട് ഒരാൾ ചെയ്തിരുന്ന വർക്ക്സ് അതേപോലെ തിരിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സിറ്റുവേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോൾ പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാം ചില പ്രോബ്ലംസോ അല്ലെങ്കിൽ ടാസ്കുകളൊക്കെ കൊടുത്തിട്ടായിരിക്കും അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. It is consists of a series of steps which are often set up through the central panel of an electronic computer as a guides in the performance of a desired operation or series of operations. Programmed instruction. What is programmed instruction? കുറച്ച് സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ് അല്ലെ? കുറച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്?
കുറച്ചൊരു സെൻട്രൽ പ്ലാൻ ഓഫ് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഈ സീരീസിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻസിൽ. അതായത് ഇത് ശരിക്കും പറഞ്ഞത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചസ് ആണ്. ഓരോ സ്റ്റെപ്സും ഓരോ സീരീസ് ആയിട്ട് അവരെ കൊണ്ട് ട്രെയിനിങ്സ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡാണിത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ചെറുതാക്കി പറഞ്ഞാൽ എന്താണ് ഇതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലേണിംഗ് അപ്രോച്ചസ് ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ഓരോ കണ്ടന്റ്സുകളൊക്കെ നമ്മൾ സ്മോൾ യൂണിറ്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യും. വലിയ വലിയ കണ്ടന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യും? സ്മോൾ യൂണിറ്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അതിനാണ് നമ്മൾ ഇതിനെ സീരീസ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വലിയ വർക്ക്സുകൾ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ വർക്ക്സുകളായിട്ട് സ്മോൾ യൂണിറ്റ്സുകൾ എന്ന രീതിയിൽ അതിനെ തരംതിരിക്കും. ഓക്കെ, അതിനുശേഷം എന്താണ്? ഓരോ യൂണിറ്റ്സുകളും ഓരോ സീക്വൻസസ് ആക്കിയിട്ട് ആ ഓരോ സീക്വൻസിൽ ഓരോ വർക്കേഴ്സിന് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കും. ഇനി ഓരോ സീക്വൻസിന് എന്തുണ്ടായിരിക്കും? ഓരോ സീരീസിന് പ്രത്യേകമായ ലക്ഷ്യം ഉണ്ടായിരിക്കും. ഓരോ യൂണിറ്റ്സിന്, വലിയ യൂണിറ്റ്സിനെയാണ് നമ്മൾ ചെറുതാക്കിയിരിക്കുന്നത്, അതിന് പല പല ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് അതിന് പരിശീലനങ്ങൾ കൊടുക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുന്നത്, അതായത് നമ്മളിവിടെ കമ്പ്യൂട്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുറച്ചും കൂടി ആ ലേണിംഗ് നല്ല രീതിയിൽ കുറച്ചും കൂടി ടെക്നോളജിക്കൽ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രീതിയിലാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടെക്നോളജി കൂടി യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് ഇവിടെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആ ഒരു ടെക്നിക്സ് ട്രെയിനിങ് സെക്ഷൻസ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ചെറുതായിട്ട് പറഞ്ഞാൽ മനസ്സിലാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ആണ് എന്ത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. വലിയ യൂണിറ്റ്സുകളെ നമ്മൾ ചെറിയ യൂണിറ്റ്സുകളാക്കി അവർക്ക് ചെറിയ രീതിയിലുള്ള വർക്ക്സുകൾ കൊടുത്ത് അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, സീരീസ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഓപ്പറേഷൻസിലൂടെയാണ് അവരവിടെ ട്രെയിനിങ്സ് അവിടെ ചെയ്യപ്പെടുന്നത്. മനസ്സിലായോ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എന്താണ്? ഓക്കെ, ടി ഗ്രൂപ്പ് ട്രെയിനിങ് അടുത്ത ടെക്നിക്സ് ആണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ്. A T group training or T group is a kind of learning based on experience. Participants work together in a small group of 80 to 40 people over an extended period. Learning comes through the analysis of their own experience, including feelings, reaction, perceptions, and behavior. Okay, എന്താണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്? ടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ട്രെയിനിങ് ഗ്രൂപ്പ്. ഓക്കെ, ട്രെയിനിങ് ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്രൂപ്പാണ് അല്ലെ? ഇവിടെ ഒരാളോ രണ്ട് വ്യക്തികളോ അല്ല ഇവിടെ ഉള്ളത്, ഒന്നിൽ കൂടുതൽ, പ്രത്യേകിച്ച് ഒരു 8 മുതൽ 14 വരുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മളെ ഈ ടി ഗ്രൂപ്പ് ട്രെയിനിങ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ടി ഗ്രൂപ്പ് ട്രെയിനിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഗ്രൂപ്പ് ട്രെയിനിങ് സെഷൻസിൽ അവര് കൈകാര്യം ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്? അവരുടെ എക്സ്റ്റെൻഡഡ് പീരിയഡ് ലേണിംഗ് come through analysis of their own experience, including feelings, reactions, perceptions and behavior. ഈ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ പൂർണ്ണമായിട്ടും വിശദീകരിക്കപ്പെടുന്നത് എന്തൊക്കെയാണ്? അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ഫീലിങ്സുകള്, റിയാക്ഷൻസ്, പെർസെപ്ഷൻ എന്താണ്, അവരുടെ ധാരണകൾ എന്തൊക്കെയാണ് അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടുകള്, ബിഹേവിയർ, പെരുമാറ്റം ഉൾപ്പെടെ അത്തരം കാര്യങ്ങളാണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് സെഷൻസിൽ അനലൈസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതൊരു ചെറിയ ഗ്രൂപ്പ്സ് ഓഫ് മെമ്പേഴ്സിന്റെ ട്രെയിനിങ്സ് ആണ്. 8 മുതൽ 14 വരെ ആൾക്കാർ എംപ്ലോയീസിനെ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, യെസ്, മനസ്സിലായോ? അതാ ഓക്കെ, യെസ്. അപ്പൊ ഓഫ് ദ ജോബ് മെത്തേഡ്സിൽ പ്രധാനമായിട്ടും വരുന്ന എന്തൊക്കെയാണ്? ലെക്ചർ ക്ലാസ്സുകള്, വെസ്റ്റിബിൾ ട്രെയിനിങ്സ്, കോൺഫറൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, കേസ് സ്റ്റഡീസ്, റോൾ പ്ലേയിങ്, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ടി ഗ്രൂപ്പ് ട്രെയിനിങ്സ്. നിങ്ങൾ ഹെഡ് പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കണം കേട്ടോ. എക്സ്പ്ലനേഷൻ പഠിച്ചതിലും കുഴപ്പമില്ല, ഹെഡ് പോയിന്റ്സുകൾ വരാം, ചോദിക്കാവുന്നതാണ് കേട്ടോ. യെസ്, ട്രെയിനിങ് മെത്തേഡിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്സിലും വരുന്ന ടെക്നിക്സുകൾ എന്തൊക്കെയെന്നാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കുന്നത് പെർഫോമൻസ് അപ്രീഷ്യൽ ആണ് കേട്ടോ. പെർഫോമൻസ് അപ്രീഷ്യൽ, പ്രകടന വിലയിരുത്തൽ അല്ലെ? Performance appraisal is a process of estimating an employee's performance of a job in terms of its requirements.
എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് നിർണ്ണയിക്കപ്പെടുന്നത്? ഒരു ജോലിയുടെ പ്രകടനം വിലയിരുത്തുന്നത് എപ്പോഴാണ്? ഏത് സാഹചര്യങ്ങളിലാണ്? ആ എംപ്ലോയിയുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അല്ലെ, കൊടുത്തിരിക്കുന്ന ടാസ്കുകൾ എത്രത്തോളം പൂർണ്ണമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ, അയാളുടെ എംപ്ലോയിയുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്രീഷിയേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഒരു ജോലിയുടെ ആവശ്യത്തിന് അനുസൃതമായിട്ട് അയാള് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ തരത്തിലും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടൊരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു രീതിയിലാണ് അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ പെർഫോമൻസ് അപ്രീഷിയേഷനിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കും. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് നമ്മൾ കുറച്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് വിലയിരുത്തപ്പെടുന്നത്. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കാം, പെർഫോമൻസ് ഇവാലുവേഷൻ പ്രോസസ് ഇൻക്ലൂഡ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, കൺവേ പെർഫോമൻസ് എക്സ്പെക്ടേഷൻ ടു എംപ്ലോയീസ്, മെഷർ റിയൽ പെർഫോമൻസ്, compare actual performance with the standards, discuss the appraisal with the employee, if necessary begin corrective action. ഓരോന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മളിത് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? പ്രകടന മാനദണ്ഡങ്ങൾ നമ്മൾ സ്ഥാപിക്കും അല്ലെ. ഒരാളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ്സുകൾ നമ്മൾ തീരുമാനിക്കുന്നത്, ഒരു ക്രൈറ്റീരിയ പോലെ അല്ലെ. ആ ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആൾ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും അല്ലെ. അതാണ് എന്താ എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. പ്രകടന മാനദണ്ഡങ്ങൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? കൺവേ പെർഫോമൻസ് എക്സ്പെക്ടേഷൻ ടു എംപ്ലോയീസ്. കൺവേ പെർഫോമൻസ് എക്സ്പെക്ടേഷൻ ടു എംപ്ലോയീസ് പറഞ്ഞാൽ എന്താ ഇവിടെ സൂചിപ്പിക്കുന്നത്? പ്രകടന പ്രതീക്ഷകൾ ജീവനക്കാരെ നമ്മൾ അറിയിക്കണം അല്ലെ. നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം എക്സ്പെക്ട് അവരിൽ നിന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് കൺവേ ചെയ്യാൻ നമ്മൾ. ഓക്കെ, അപ്പൊ അത് പറയുന്നതിനനുസരിച്ച് അവർക്ക് എന്താണോ കമ്പനിയുടെ ഉദ്ദേശം അതിനനുസരിച്ച് പെർഫോം ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതായത് വ്യക്തമായിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് എങ്ങനെയായിരിക്കണം ജീവനക്കാരൻ പ്രവർത്തിക്കേണ്ടത്, എന്താണ് ഞങ്ങളുടെ ഒരു കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് അവരുടെ എക്സ്പെക്ടേഷൻ ആണല്ലേ കമ്പനി. അത് നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകണം. ആ ഒരു രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ മെഷർ റിയൽ പെർഫോമൻസ്. മെഷർ റിയൽ പെർഫോമൻസ് എന്താണ്? ഒരു പെർഫോമൻസ്, റിയൽ ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യണം? അളക്കണം അല്ലെ. ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ആ നേരത്തെ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുക. റിയൽ ആയിട്ടുള്ള അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ അല്ല, റിയൽ ആയിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യുക. ദെൻ കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പെർഫോമൻസ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ആളുടെ ആക്ച്വൽ പെർഫോമൻസ് അതുപോലെയാണോ എന്നുള്ളത് നമ്മളത് കമ്പയർ ചെയ്ത് നോക്കുക. ഒരാളുടെ പ്രകടനം കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും അല്ലെ. റിയൽ ആണോ ആർട്ടിഫിഷ്യൽ ആയിട്ടാണോ പെരുമാറുന്നത്, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് തന്നെയാണ് അയാൾ പെരുമാറുന്നത് എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, then discuss the appraisal with the employee. Discuss the appraisal with the employee. എംപ്ലോയിയുമായിട്ട് ഒരു വിലയിരുത്തൽ ചർച്ച നടത്തുക. ഓക്കെ, ഇത് പെർഫോമൻസ് അപ്രേഷനിലെ മറ്റൊരു വാല്യുവേഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നതാണ് എന്ത്? എംപ്ലോയിയുമായിട്ടൊരു വിലയിരുത്തൽ ചർച്ച നടത്തുക എന്നുള്ളത്, ഡിസ്കഷൻ നടത്തുക. ഓക്കെ, if necessary begin corrective action. എന്താ പറയുന്നത്? if necessary begin corrective action. എന്താണ് corrective action നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ, എംപ്ലോയിയുമായിട്ട് ചർച്ച നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിൽ തിരുത്തൽ നടപടികൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ഒരു തിരുത്തൽ നടപടിയിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ടത് അത്യാവശ്യം. ഒരു സെക്കൻഡ് കേട്ടോ, നിങ്ങളൊന്ന് പെട്ടെന്ന് വായിക്കണം, ഒരു എമർജൻസി ആണ്.
ഓക്കെ, യെസ്. നമ്മൾ നോക്കിയത് എന്താണ്? പെർഫോമൻസ് അപ്രീഷ്യൽ ആണ്. ഓക്കെ, ഒരാളുടെ പ്രകടനം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇപ്പോ ഒന്നാമതായി എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് അല്ലെ, പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമ്മുടെ എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണെന്നുള്ളത് എംപ്ലോയീസിനെ കൺവേ ചെയ്യുക. ഒരു റിയൽ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുക. പിന്നെ എന്താണ്, സ്റ്റാൻഡേർഡ്സുമായിട്ട് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് ഒന്ന് കമ്പയർ ചെയ്യുക. മാത്രമല്ല ഡിസ്കസ് ദ അപ്രീഷ്യൽ വിത്ത് ദ എംപ്ലോയീസ് ആൻഡ് ഇഫ് നെസസറി റിലീവ് കറക്റ്റീവ് ആക്ഷൻ. എന്തെങ്കിലും തിരുത്തൽ നടപടികൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായ രീതിയിൽ ആരംഭിച്ചു വന്നത് കറക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് പെർഫോമൻസ് അപ്രീഷ്യൽ ചെയ്യുന്നതിന് വേണ്ടി, പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ അത്? നെക്സ്റ്റ് വരുന്നത് മോട്ടിവേഷൻ. പ്രചോദനം അല്ലെ. The goal of the individuals and organization can be attained through the pursuing workers toward productive performance called motivation process. It attracts and begin actions also act as a factor in the continuation of activity until objectives has been attained. എന്താണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്? നമ്മൾ എല്ലാവരും തന്നെ ഒരു മോട്ടിവേഷൻസിലാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ. എന്ത് കാര്യങ്ങളാണെങ്കിലും എന്താണ് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്? എന്താണ്, നമ്മൾക്ക് അവിടെ ഇൻട്രസ്റ്റ് കൂടും അല്ലെ. യെസ്. അപ്പൊ എന്താണ് മോട്ടിവേഷൻ എന്നെങ്കിലും ഒരു ഓർഗനൈസേഷണൽ പാനലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് മോട്ടിവേഷൻ അഥവാ പ്രചോദനം എന്ന് പറയുന്നത്? അതായത് ഒരു കമ്പനിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊസീജിയർ നല്ലതാക്കുന്നതിന് വേണ്ടി, ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരം പ്രക്രിയയാണ് എന്ത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെ. Individuals and organization can be attained through the pursuing workers toward productive performance. അതായത് എംപ്ലോയീസിനെ നമുക്ക് പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരം പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടിവേഷൻ അഥവാ പ്രചോദനം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെ. അട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അട്രാക്ഷൻ കൊടുക്കും അവർക്ക്? എങ്ങനെയാണ് അവർ അട്രാക്ട് ചെയ്യുന്നത് എംപ്ലോയീസിനെ? നമ്മള് എങ്ങനെയാണ് എന്തൊക്കെ കൊടുക്കും? യെസ്, ഇൻസെന്റീവ്സ്, സാലറി പാക്കേജസ്, അക്കോമഡേഷൻസ്, ബോണസ് അല്ലെ. യെസ്, പേ റൈസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പാക്കേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ തന്നെ എന്താണ്, എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവുകയാണ് അല്ലെ. ഓക്കെ, അത് ലക്ഷ്യം എന്താണ്? കമ്പനിയുടെ മോട്ടീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ, പ്രചോദനം കൊടുക്കുന്നത് അവർക്ക്. ഓക്കെ, മാത്രമല്ല അവരുടെ ബാക്കിയുള്ള തുടർന്നുള്ള ജോലിയിൽ അവർക്ക് എന്താണ് ഇൻട്രസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടും ഈ ഒരു അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്താണ് നല്ല രീതിയിൽ സഹായകമാകും. അപ്പൊ എന്താണ് മോട്ടിവേഷൻ ഒബ്ജക്റ്റീവ്സ്? അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? It is the purpose of motivation to create condition in which people are willing to work with passion, initiative, interest and enthusiasm, in the high personal group moral satisfaction, with a sense of responsibility, loyalty and discipline, and with pride and confidence in a most coherent manner, so that the goals of an organization are acting effectively. Motivation techniques are to pursue employees' growth. ഒബ്ജക്റ്റീവ് എന്താണ്? മോട്ടിവേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയീസിനെ ശരിക്കും പറഞ്ഞാൽ എംപ്ലോയീസിനെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനായിട്ട് നടത്തുന്ന ഒരു പ്രക്രിയ തന്നെയാണ് എന്ത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെ. അവർക്ക് അവരുടെ വർക്കിൽ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാനും ഇനീഷ്യേറ്റീവ് എടുക്കാനും ഇൻട്രസ്റ്റോടെ വർക്ക് ചെയ്യാനും അതേപോലെ തന്നെ എന്താണ് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും അവർക്ക് ഇത്രയും പാക്കേജസ് അല്ലെങ്കിൽ ഇത്രയും മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രചോദനം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കൂടാനാണ് വർക്ക് ചെയ്യാനായിട്ട്. മാത്രമല്ല ഒരു ടാസ്കുകൾ ചെയ്ത് തീർക്കാൻ വളരെയധികം നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്തെടുക്കാനാണ് ഓരോ കമ്പനീസും എംപ്ലോയീസിന് ഇങ്ങനെ മോട്ടിവേഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണ്, കമ്പനിക്ക് വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ കൂടുതൽ കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ എന്താണ് എൻകറേജ് ചെയ്യിപ്പിക്കുക എന്നതാണ് മോട്ടിവേഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്.
ഓക്കെ, യെസ്. വ്യക്തിപരവും സംഘടനാപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ എംപ്ലോയീസിനും മോട്ടിവേഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് മോട്ടിവേഷൻ എന്നും എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് മനസ്സിലായോ? യെസ്. ഇനി നമ്മൾ മോട്ടിവേഷനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. മാനേജ്മെന്റ് ടെക്നിക് ഡിസൈൻ ടു ഇൻക്രീസ് മോട്ടിവേഷൻ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസിൽ മോട്ടിവേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ തരം ടെക്നിക്സുകളാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും 2 ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസും കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഫിനാൻഷ്യൽ മോട്ടിവേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സച്ച് മോട്ടിവേഷൻ ഈസ് ലിങ്ക്ഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വിത്ത് ദ മണി, വേജസ്, സാലറി, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, ലീവ് വിത്ത് പേ, മെഡിക്കൽ റിഫ്രഷ്മെന്റ് എക്സെട്ര. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് എംപ്ലോയീസിനെ എങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും? വിത്ത് മണി അല്ലെ, ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും നമുക്ക് മണി ഉപയോഗിച്ചുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അവര് സാലറി, വേജസ്, ബോണസ് ഒക്കെ കൂട്ടി കൊടുക്കാം, പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ കൊടുക്കാം. അതേപോലെ തന്നെ ലീവ് എടുക്കുകയാണെങ്കിൽ ശമ്പളത്തോടു കൂടിയുള്ള ലീവ്, അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ റിഫ്രഷ്മെന്റ്, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങള് ഇൻഷുറൻസ് കവറേജ് മുതലായിട്ടുള്ള എല്ലാത്തരം ഫെസിലിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്, അതാണ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ വരുന്നത്. അതൊന്ന് ടിക്ക് ചെയ്തിട്ടേക്കണം കേട്ടോ. അപ്പൊ ഏതൊക്കെയാന്ന് ചോദിക്കാറുണ്ട്. ഫിനാൻഷ്യൽ മോട്ടിവേഴ്സിൽ വരുന്നത് വേജസ്, സാലറി മുതൽ മെഡിക്കൽ റിഫ്രഷ്മെന്റ് വരെ. ഓക്കെ, മനസ്സിലായോ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്താണ്? Okay, then non-financial motivators. Non-financial motivators. These motivators are not linked with the monetary rewards. ഇവിടെ നമ്മൾ പണവുമായി ഇതിനെ ബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ പണം കൊടുത്തിട്ടുള്ള ഒരു പ്രചോദനമല്ല നോൺ ഫിനാൻഷ്യൽ. സാമ്പത്തികേതര പ്രചോദനമാണ്. മറ്റേത് നമ്മൾ നോക്കിയത് എന്താണ്? സാമ്പത്തികമായിട്ടുള്ള മോട്ടിവേഷൻസ് ആണ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് സാമ്പത്തിക പ്രേരണകളാണ് ഫിനാൻഷ്യൽ മോട്ടിവേഷൻസ്. ഇത് നോൺ ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തികേതര. ഇവിടെ പണമല്ല വരുന്നത്, വേറെ എന്തൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കാം നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഏതൊക്കെയാണ്. ഒന്ന് അപ്രീഷ്യൽ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. എന്താണ് അപ്രീഷ്യൽ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ് എന്ന് പറയുന്നത്? അപ്രീഷ്യൽ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ് എന്താണ്? നമുക്ക് അപ്രീഷ്യൽ കൊടുക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പെർഫോമൻസ്, നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു നമ്മൾ എന്താണ് ചിലപ്പോൾ ആൾക്കൊരു നല്ലൊരു കോംപ്ലിമെന്റ് കൊടുക്കും. പൈസയല്ല, കോംപ്ലിമെന്റ്, ഗിഫ്റ്റ് ഐറ്റംസുകൾ, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ഹയർ പൊസിഷൻസിലേക്കാണ് നമ്മൾ അല്ലെ ട്രാൻസ്ഫർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അഭിനന്ദനം കൊടുക്കും, കോമ്പൻസേഷൻസ് കൊടുക്കും അല്ലെ. പണമല്ല അവിടെ, മറ്റു കോമ്പൻസേഷൻസിലൂടെ എന്താണ് ആളെ നമ്മള് ആളെ വിലയിരുത്തുക, ആളുടെ അന്തസ്സിനെ മാനിച്ചുകൊണ്ട് ആൾക്ക് എന്താണ് അതിനനുസരിച്ചുള്ള അഭിനന്ദനങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതാണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസിൽ ആദ്യം വരുന്നത്. ഓക്കെ, പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് നോക്കാം. എന്താണ് സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് എന്ന് പറയുന്നത്? Management often satisfy these needs by establishing status symbols and distinction in organization by supplying costly furniture, carpets on top, pictures on the wall, and a personal assistant, etc. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ജോലി സ്ഥലത്ത് ജോലിക്ക് കയറിയെന്ന് വിചാരിക്കാം. നമ്മുടെ സ്റ്റാറ്റസ് മാറുന്നത് എങ്ങനെയാണ്? എപ്പോഴാണ് നമ്മുടെ സ്റ്റാറ്റസ് മാറുന്നത്? കമ്പനി തന്നെ പല കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി? ചിലപ്പോ നമ്മുടെ നല്ലൊരു ഓഫീസ് റൂം പ്രൊവൈഡ് ചെയ്യുന്നു, കോസ്റ്റ്ലി ആയിട്ടുള്ള ഫർണിച്ചർ കൊടുക്കുന്നു, കാർപ്പറ്റ്സ്, ഫ്ലോറൊക്കെ നല്ല ഭംഗിയാക്കിയിട്ട്, പിന്നെ എന്താണ് എല്ലാത്തരം ഫെസിലിറ്റീസ് കൊടുത്തിട്ട് നല്ലൊരു റൂംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. മാത്രമല്ല നമ്മളുടെ കൂടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റും കൂടി തന്നു കഴിഞ്ഞാൽ എന്താണ് ഹാപ്പി അല്ലേ നമ്മളാ?
അപ്പൊ നമ്മളുടെ നില അങ്ങ് മാറി. അതൊരു മോട്ടിവേഷൻ ടെക്നിക്സ് ആണ്. കമ്പനി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിയുടെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ സ്വാധീനിക്കുന്നതാണ്, അല്ലെങ്കിൽ എംപ്ലോയിനെ പ്രചോദിപ്പിക്കുന്നതാണ് ഇത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് എന്താണ് ഉദ്ദേശിച്ചതെന്ന്? യെസ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെ തന്നെ ഒരു ജോലിയല്ലേ, നല്ലൊരു പൊസിഷൻ, നല്ല ഫെസിലിറ്റീസ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് കൂടി ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഏതോ വലിയ പൊസിഷനാണ് ഇരിക്കുന്നത് നമ്മൾ തന്നെ അങ്ങോട്ട് അംഗീകരിക്കും അല്ലെ. ഇതെല്ലാം തന്നെ മോട്ടിവേഷണൽ ടെക്നിക്സ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കോമ്പറ്റീഷൻ. നമ്മളെ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ശ്രദ്ധിക്കാട്ടോ. അടുത്തത് എന്താണ്? കോമ്പറ്റീഷൻ. വരുന്നത് കോമ്പറ്റീഷൻ. Individuals are not expected to compete with one another if they feel they have chances to win and satisfy their ego. ഇവിടെ എന്താണ് കോമ്പറ്റീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? മത്സരബുദ്ധി. അതൊരു മോട്ടിവേഷൻ ടെക്നിക് ആണോ? എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? കോമ്പറ്റീഷൻ. വായിച്ചു നോക്കിയെന്ന് പറഞ്ഞേ, സിമ്പിൾ ആയിട്ട് പറയാലോ. അത് ഇങ്ങനെയാണ് കോമ്പറ്റീഷൻ ഒരു മോട്ടിവേഷണൽ ടെക്നിക്സ് ആയിട്ട് വരുന്നത്. നമ്മളെ ജോലി സ്ഥലത്ത് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുമായിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുമോ? നമുക്ക് പെർഫോമൻസ് അപ്രീഷിയേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യില്ലേ? യെസ്, കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടായിരിക്കും നമുക്ക് അല്ലെ. ഒരാളെക്കാളും മെച്ചമായിട്ട് രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്തരം സിറ്റുവേഷൻസ് തന്നെ ആരാണ്? കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ മറ്റു ടാസ്കുകളൊക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുത്തുകൊണ്ട് എന്താണ്, എംപ്ലോയീസിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തില് ആ ഒരു മത്സരബുദ്ധി അവരിലേക്ക് അടിച്ചെടുക്കും. അപ്പൊ എന്താണ്, കുറച്ചും കൂടി അയാളേക്കാൾ മികച്ചതായിട്ട് ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ മികച്ചതായിട്ട് പെർഫോം ചെയ്യണമെന്ന് ഓരോ എംപ്ലോയീസും എന്താണ്, അവർ സ്വയം അങ്ങനെ വിചാരിക്കുക. അതായത് അവർക്ക് അങ്ങനത്തെ ടാസ്കുകളായിരിക്കും കൊടുക്കുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് വ്യക്തമായിട്ട് അറിയാം പെർഫോം നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള മോട്ടിവേഷൻ, അതിനുള്ള ബെനിഫിറ്റ്സ് അവർക്ക് ഉണ്ടാവുന്ന വ്യക്തമായിട്ടാണ്. അപ്പൊ അത് മത്സരബുദ്ധിയോട് കൂടി പ്രവർത്തിക്കാനായിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഈഗോ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഈഗോ എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ഈഗോ വരുന്നത്? തന്നേക്കാൾ മികച്ചതായിട്ട്, ആ ഒരു എംപ്ലോയിനേക്കാൾ മികച്ചതായിട്ട് അവർക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു മത്സരബുദ്ധി അവിടെ തോന്നാണ്. ഓക്കെ, അതും ഒരു നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി നമ്മളിത് ഇവിടുത്തെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്താണ്? The delegation of a substantial amount of responsibility to carry out a given task often proves to be a strong motivating force. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്? എന്താണ്? ഒരു കൂട്ടായ ഉത്തരവാദിത്വം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അപ്പൊ അതില് ഒരു എന്താ പറയാ, ഒരു ലീഡറെ കൊടുത്തിട്ട്, ഒരു ലീഡർ 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക് ഒരു 11ാമനായിട്ട് ഒരു ലീഡർ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആളുടെ റെസ്പോൺസിബിലിറ്റി അവിടെ കൂടാണ് അല്ലെ. അപ്പൊ എന്താണ്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനെ ഹെഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്തു തീർക്കാനായിട്ട്. അതായത് ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ ഞാനിപ്പോ ആശ ജസ്റ്റിൻ എന്നൊരു കുട്ടിയെ ലീഡറാക്കി എടുക്കുകയാണ്. ആശക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആശ മോട്ടിവേറ്റഡ് ആവില്ലേ? എനിക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എനിക്ക് അതിൻ്റെതായ രീതിയിൽ അത് ചെയ്യണം. ആശക്ക് ഒരു മോട്ടിവേഷൻ ആണ് ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ. മനസ്സിലാക്കിയല്ലേ നമ്മള്? യെസ്. അപ്പൊ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തുകൊണ്ട് അതിന്റെ ചിലപ്പോൾ ഒരു ഹെഡ് പൊസിഷൻ കൊടുക്കുമായിരിക്കും. അപ്പൊ അത് ചെയ്തു തീർക്കുമ്പോ എന്താണ്, ചെയ്തു തീർക്കാനായിട്ട് മറ്റുള്ളവരെയും കൂടി അവരെന്താണ് അതിൽ പ്രചോദിപ്പിക്കും.
ഇപ്പൊ ഭാഷക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ക്ലാസ്സിൽ എല്ലാവരും കറക്റ്റ് ആയിട്ട് കയറണം, നോട്ട്സ് എഴുതിയെടുക്കണം, കറക്റ്റ് ടൈമിൽ കയറണം. നമുക്ക് ആശ പറയുന്നതിനനുസരിച്ച് ബാക്കിയുള്ള കുട്ടികളും എന്താണ് അതിനനുസരിച്ചിട്ട് കയറും. ഓക്കെ, അപ്പൊ ഒരു ഉത്തരവാദിത്തം കൊടുക്കുന്നത് കൃത്യമായിട്ട് അത് ഏറ്റെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ ഉത്തരവാദിത്തം കൊടുക്കുന്നതും എന്തിന്റെ ഭാഗമായിട്ടാണ്? അങ്ങനെ കൊടുക്കുമ്പോൾ അവരവിടെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, എനിക്ക് ഇത്രയും ഡ്യൂട്ടീസ് തന്നിട്ടുണ്ട്, എനിക്ക് വ്യക്തമായിട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ ആർക്കും വരും, ആശയ്ക്ക് വരും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞിട്ട് ആശ പേര് പറഞ്ഞതാണ്, പേര് വിളിച്ചപ്പോൾ ആശ പൊക്കളൊക്കെ. ഓക്കെ, അടുത്ത മോട്ടിവേഷൻ ടെക്നിക്സ് എന്താണ്? പാർട്ടിസിപ്പേഷൻ. It implies both the physical and mental involvement of the people in activity, particularly in that of decision making. എന്താണ് പാർട്ടിസിപ്പേഷൻ അഥവാ പങ്കാളിത്തം എന്ന് പറയുന്നത്? പങ്കാളിത്തം, it implies both physical and mental involvement. Both the physical and mental involvement of the people in an activity, particularly in that of decision making. എന്താണ് പാർട്ടിസിപ്പേഷൻ അഥവാ പങ്കാളിത്തം എന്ന് പറയുന്നത്? എന്താണ്? ഒരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു തീരുമാനം എടുക്കുന്നതിൽ ആളുകള് എങ്ങനെയുള്ളതായിരിക്കണം? ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരുടെ പങ്കാളിത്തം അവിടെ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ ഓരോ എംപ്ലോയീസിന് എന്താണ് മെന്റലിയും ഫിസിക്കലിയും അവരെ നമ്മൾക്ക് എന്താണ് അതിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഫിസിക്കൽ മാത്രമായിട്ടുള്ള ഒരു ഇതാണെങ്കിൽ എന്താണ് മെന്റലി ആള് വീക്ക് ആയിരിക്കും. രണ്ടും ഒരേപോലെ പ്രവർത്തിക്കണം, അല്ലെ? ഫിസിക്കലിയും മെന്റലിയും അവർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അവര് നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യുള്ളൂ, ഓർഗനൈസേഷന് അച്ചീവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ചുറ്റുപാട് ഒരുക്കി കൊടുക്കേണ്ടത് ആരാണ്? ഓർഗനൈസേഷൻ തന്നെയാണ്. ഓക്കെ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയീസ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഫിസിക്കലി മെന്റലി ഇൻവോൾവ് ആവുന്ന തരത്തിലായിരിക്കണം അവരവിടെ കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഫിസിക്കലി മെന്റലി ഇൻവോൾവ് ആവുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷൻസും ചുറ്റുപാടും കൊടുക്കേണ്ടത് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, യെസ്. Then job enlargement. Job enlargement. ഇവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ, അത് മാറിപ്പോകരുത്. ജോബ് എൻറിച്ച്മെന്റ് ഉണ്ട്, ജോബ് എൻലാർജ്മെന്റ് ഉണ്ട്, ജോബ് റൊട്ടേഷൻ ഉണ്ട്. മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് നോട്ട് ചെയ്യാട്ടോ. എന്തായിരിക്കും ജോബ് എൻലാർജ് ചെയ്യാന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് തൊഴിൽ വിപുലീകരണം എന്നൊക്കെ പറയില്ലേ? ഓക്കെ, തൊഴിൽ വിപുലീകരിക്കുക, ഡെവലപ്പ് ചെയ്യാന്നൊക്കെ പറയില്ലേ നമ്മള്? It's a process of increasing the complication of the job with a view to appealing to the higher orders needs of workers. Job enlargement is a horizontal expansion of duties and tasks across the same organization level. എന്താണ് ജോലി വിപുലീകരണം എന്ന് പറയുന്നത്? അതായത് ഇവിടെ ജോലിയുടെ സങ്കീർണത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് എൻലാർജ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ജോലികൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു? അതായത് തൊഴിലാളികൾ എംപ്ലോയീസിന്റെ ഉയർന്ന ഓർഡർ ആവശ്യങ്ങൾക്കായിട്ട് അപ്പീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ജോലിയുടെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ത്? അതായത് ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണ് ജോലി വിപുലീകരണം എന്ന് പറയുന്നത്. അത് വലിയ ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് ബേർഡൻ ആയിട്ടുള്ള വർക്ക്സ് കൊടുത്ത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? ചെറിയ രീതിയിൽ അതിനെ വിപുലീകരിച്ച് എൻലാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ആ ഡ്യൂട്ടീസുകൾ എൻലാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് ആവശ്യാനുസരണം വർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് കിട്ടാണ്. ഓക്കെ, അതാണ് എന്താ ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? ജോബ് എൻലാർജ്മെന്റ് എന്താണ്? തൊഴിൽ വിപുലീകരണം എന്ന് പറയുന്നത് എന്താണെന്ന്? Yes. Then job rotation. It indicates shifting of an employee from one job to another so as to reduce monotony and boredom. To increase the skill and knowledge of the employee about related job, it is a main objective of job rotation. ജോബ് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ജോബ് റൊട്ടേഷൻ? നമ്മൾ ഒരേ ജോലി തന്നെ കുറെ നാൾ ഒരേപോലെ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് എന്തെങ്കിലും തോന്നുമോ? ഒരേ ജോലി തന്നെ
എന്ത് തോന്നാനുള്ള സാധ്യതയുണ്ട്? വിരസത തോന്നാനും അല്ലെ, വിരസത, ഏകദാനം, ഒരൊറ്റപ്പെടൽ, അല്ലെങ്കിൽ ബോറടിക്കാൻ തോന്നും അല്ലെ, കുറെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ ഒരേ പാർട്ടിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ എന്താണ്? ആ, ബോറടിക്കൂലേ? ബോറിംഗ് ആണ് അല്ലെ? യെസ്. അപ്പൊ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻ ഈ ഒരു ടെക്നിക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ്? ജോബ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഒരു ജോലിക്കാരനെ തന്നെ മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. അതായത് അതേ ജോലി തന്നെ, പക്ഷെ കുറച്ചും കൂടി എന്താണ്, ഒരു സ്കിൽ ആൻഡ് നോളജ് നോക്കിയിട്ട് അതേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് മാറ്റുകയാണ്. അതായത് ജോലിയിൽ നിന്ന് മാറ്റുകയെന്നല്ല, അതേ സെയിം ജോലി തന്നെ, പക്ഷെ എന്താണ്, അതിന്റെ കണ്ടീഷൻസും അതിന്റെ പ്രൊസീജിയേഴ്സിലൊക്കെ ഒരു മാറ്റം വന്ന് വേറൊരു പൊസിഷൻസിലേക്ക്, സെയിം ജോലി തന്നെ പക്ഷെ എന്താണ്, ആ ഒരു ബോറിടം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആൾ എന്ത് ചെയ്യുന്നു, നമ്മള് വേറൊരു പൊസിഷൻസിലേക്ക്, അവിടെ ആൾക്ക് എന്തും കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാറ്റുമ്പോൾ അവരുടെ സ്കിൽസ് ആൻഡ് നോളജ് കൂടി അവിടെ വ്യത്യാസം വരുന്നുണ്ട്. ഇങ്ങനെ ജീവനക്കാരെ നമ്മള് ജോബ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, അപ്പൊ ഒരു 5 വർഷം സെയിം ജോലിയാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. 5 വർഷത്തിന് ശേഷം എന്താണ്, അതേ ജോലി തന്നെ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ആൾക്ക് മാറ്റി കൊടുത്തു. അപ്പൊ അയാൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ജോബ് റൊട്ടേഷന്റെ ഭാഗമായിട്ട് അയാളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ജീവനക്കാരന്റെ ആ ഒരു സ്കിൽസും അറിവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ജോബ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ജോബ് റൊട്ടേഷൻ. മനസ്സിലായോ? To indicate shifting of an employee from one job to another so as to reduce the monotony and boredom. ആളില് ആ ഏകതാനയും വിരസതയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് എംപ്ലോയീസിന് ഇങ്ങനെ ജോബ് റൊട്ടേറ്റ് ചെയ്തവരുടെ സ്ഥാനം മാറ്റുന്നത്. അതും ഒരു മോട്ടിവേഷൻ ടെക്നിക്സ് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ ജോബ് റൊട്ടേഷൻ? ഓക്കെ, നെക്സ്റ്റ് വൺ, ജോബ് എൻറിച്ച്മെന്റ്. ജോബ് എൻറിച്ച്മെന്റ് നമ്മൾ നേരത്തെ പഠിച്ചത് എൻലാർജ്മെന്റ് ആണ് കേട്ടോ, ഇത് എൻറിച്ച്മെന്റ് ആണ്. എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ചേഞ്ചിങ് ഓർ ഇംപ്രൂവിംഗ് എ job so that a worker is likely to be more inspired. It is a vertical expansion of the roles, responsibilities, authority. Employees provided with opportunity for greater recognition, advancement, growth and responsibility. The goal of job enrichment is not just to make the work more varied, but to turn every employee into a manager. എന്താണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്? ജോബ് എൻറിച്ച് ചെയ്യുക പറഞ്ഞെന്താ? നമ്മുടെ ജോലിയെ സമ്പുഷ്ടമാക്കാന്ന് പറയും മലയാളത്തിൽ. എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? Improving a jobs that workers likely to be more inspired. എന്താണ് ജോബ് എൻറിച്ച് ചെയ്യാന്ന് പറയുന്നത്? നമ്മള് ജീവനക്കാർക്കൂടെ കൂടുതൽ അംഗീകാരമാണോ കൊടുക്കുന്നത്? എന്താണ് ജോബ് എൻറിച്ച്മെന്റ് ചെയ്യുന്നതോടെ സംഭവിക്കുന്നത്? ഓരോ ജീവനക്കാരെ മാറ്റുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ വേണ്ടിയിട്ട് അവരുടെ ടാസ്ക് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഓർഗനൈസേഷനകത്ത് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് മാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വികസിപ്പിച്ചിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയീസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല എന്താണ്, നല്ല രീതിയിൽ റെസ്പോൺസിബിലിറ്റീസ്, പ്രത്യേകമായിട്ടുള്ള ടാസ്കുകളൊക്കെ കൊടുത്ത് അവരെ കൂടുതൽ നമ്മൾ എന്താണ് സ്പർശ് ചെയ്തെടുക്കണം, അവരെ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ടെക്നിക്കാണ് എന്താ ജോബ് എൻറിച്ച് ചെയ്യാന്ന് പറയുന്നത്. മാത്രമല്ല ജോബ് എൻറിച്ച്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ എംപ്ലോയീസിനെ എക്സ്പാൻഡ് ചെയ്ത് അവരെ നല്ലൊരു മാനേജർ ആക്കി മാറ്റാം, മാനേജിങ് പൊസിഷനിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എന്ത് ജോബ് എൻറിച്ച്മെന്റിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അതിന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ഓരോ ജീവനക്കാരെയും ഒരു മാനേജർ പൊസിഷൻസിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ജോബ് എൻറിച്ച് ചെയ്ത് കൊടുക്കുക എന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ജോബ് എൻറിച്ച്മെന്റ് എന്താണെന്ന്? യെസ്, യെസ്. ഓക്കെ, then next motivation technique ആണ് റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ് ചെയ്യുക.
ഇതാണ് റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് രണ്ട് രീതിയിൽ റീഇൻഫോഴ്സ്മെന്റ് ചെയ്യാൻ പറ്റും. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചെയ്യാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ഈസ് റീഇൻഫോഴ്സ്മെന്റ്. നമുക്ക് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ആളെ നമ്മളൊന്ന് സ്ട്രോങ് ആക്കുക അല്ലെങ്കിൽ ബലപ്പെടുത്തുക എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ റീഇൻഫോഴ്സ് ചെയ്യാം. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റും അല്ലെ. പണിഷ്മെന്റ് റീഇൻഫോഴ്സ്മെന്റ് ആണോ? പണിഷ്മെന്റ് ഒരാൾക്ക് കൊടുക്കുന്ന ശിക്ഷ റീഇൻഫോഴ്സ്മെന്റ് ആണോ? നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് അതെ അല്ലെ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ശിക്ഷ കൊടുക്കുന്നത്? അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് രണ്ട് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇവിടെ പറയുന്നത്. രണ്ടല്ല, 3 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഒന്ന് എന്താണ്? That behavior which seems to lead to a positive consequence or reward tends to be repeated. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് ഒരു കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളെ മോട്ടിവേറ്റഡ് ആവില്ലേ? പോസിറ്റീവ് ആയിട്ട് നമ്മളെ എന്താ റിവാർഡുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണ് തരുന്നത്. നമുക്ക് കൂടുതൽ മോട്ടിവേറ്റഡ് ആവും, കൂടുതൽ നമുക്ക് പ്രചോദനം കൂടുകയുള്ളൂ. ഓക്കെ, യെസ്. അത് റിവാർഡുകള് കോമ്പൻസേഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത്. ഇനി while behavior that seems led to negative consequence tend to be repeated. ഇനി നെഗറ്റീവ് കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബിഹേവിയറിൽ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് നമുക്ക് ഏത് തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ആണ് അവർ തരുന്നത്? അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതാണ് നേരത്തെ. എന്ത് ലഭിക്കുന്നത്? നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന സമയത്ത് രൂപപ്പെടുന്നത് എന്താണ്? ഏത് റീഇൻഫോഴ്സ്മെന്റ് ആണ് നമുക്ക് കിട്ടുന്നത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണിഷ്മെന്റ് ആണ് അല്ലെ. ഓക്കെ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ട് നമ്മള് പണിഷ്മെന്റ് കൊടുക്കുന്നു. പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ആളെ പോസിറ്റീവ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. അതായത് അയാളെ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, മറ്റേത് എന്താണ്? പോസിറ്റീവ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത് നമ്മൾ റിവാർഡ് കൊടുക്കും, കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ ആള് പ്രചോദനം കൊണ്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇനി മോശം ബിഹേവിയർ കാണിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ആളെന്ത് കൊടുക്കുന്നത്? നമ്മൾ ശിക്ഷകൾ കൊടുക്കുന്നത്, പനിഷ്മെന്റ് കൊടുക്കുന്നത്, പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അല്ലെ. ഓക്കെ, then therefore it is possible to influence people behavior only by providing the properly scheduled rewards. അപ്പൊ നമ്മള് ഒരാളുടെ ബിഹേവിയറിനെ ഏറ്റവും കൂടുതൽ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്നത് റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയുള്ളതാണ്? പ്രത്യേകിച്ച് നമ്മൾ റിവാർഡുകൾ കിട്ടുന്നു അല്ലെ. റിവാർഡ് കിട്ടുന്ന സമയത്തല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റഡ് ആവുന്നത്. നമുക്ക് നല്ല റിവാർഡ്സ്, അവാർഡുകൾ, കോമ്പൻസേഷൻ ഒക്കെ കിട്ടുമ്പോൾ നമ്മള് എന്താണ്, കുറച്ചും കൂടി നമ്മൾ താഴ്ന്നു പോകുമോ, കൊന്നിരിക്കോ? റിവാർഡ് കിട്ടുന്ന സമയത്ത് പ്രൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അല്ലെ. നമ്മുടെ സ്റ്റാറ്റസ് തന്നെ നമ്മൾ മാറും അല്ലെ. യെസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളെ ഒരു എംപ്ലോയീസിന്റെ ബിഹേവിയറിന് എടുത്ത് നോക്കുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് അവരെ കൂടുതൽ ബലപ്പെടുത്താനുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത്? റീഇൻഫോഴ്സ് ചെയ്യുക. അവർക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റീഇൻഫോഴ്സ് ചെയ്യുന്നത് വഴി എന്താണ്, അവരെ കൂടുതൽ നമുക്ക് മോട്ടിവേറ്റഡ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അത് മാത്രമല്ല അങ്ങനെ നമുക്ക് ഒരു ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്തെടുക്കാനും ഇതിലൂടെ സാധ്യമാകുന്നു. ഓക്കെ, യെസ്. മനസ്സിലായോ റീഇൻഫോഴ്സ്മെന്റ് എന്താണ്? Okay. Then last one, QWL. QWL. ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്? അതെങ്ങനെ മോട്ടിവേറ്റഡ് ടെക്നിക് ആവും നോക്കാം. It means different to different persons. It may mean opportunity for advancement, creative tasks and a successful career to a young immigrant. Flexible working hours center the system. The employees are free to choose within certain limitations of what time they begin and quit their job each day. എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്? നമ്മുടെ ജോലി, നമ്മുടെ ലൈഫും എങ്ങനെയായിരിക്കണം പോകേണ്ടത്? എങ്ങനെയായിരിക്കണം പോവേണ്ടത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്?
നമ്മ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് ഒരു നിലവാരം ഉണ്ടായിരിക്കണം അല്ലെ. നമ്മളൊരു ഹാപ്പി അല്ലാത്ത ജോലിയിൽ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഹാപ്പിനെസ് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും? നമ്മുടെ വർക്ക് എപ്പോഴും എൻജോയബിൾ ആയിട്ട് ചെയ്ത് തീർത്താൽ മാത്രമാണ് നമുക്ക് ആ ജോലിയോട് നമ്മുടെ ജീവിതത്തിനോട് എന്തുണ്ടായിരിക്കുള്ളൂ, ലൈഫിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല അല്ലെ. നമ്മൾ എപ്പോഴും ഒരു പ്രഷർ അടിച്ചുള്ള ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ വർക്ക് എപ്പോഴും എങ്ങനെയായിരിക്കണം, ജോയ്ഫുൾ ആക്കി മാറ്റണമെങ്കിലോ എന്താണ്, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ചുറ്റുപാട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു അന്തരീക്ഷം എപ്പോഴും എങ്ങനെയായിരിക്കണം, അത്യാവശ്യമെങ്കിലും നമുക്ക് ആ ഒരു ബെറ്റർ ഫീലിങ്സ് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പ്ലേസ് ആയിരിക്കാം. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മുടെ വർക്ക് ലൈഫും ബെറ്റർ ആവുള്ളൂ. അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് തന്നെ കിട്ടുന്ന രീതിയിൽ ഒരു അന്തരീക്ഷം ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വർക്കേഴ്സിനെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കുള്ളൂ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു മോട്ടിവേഷൻ ടെക്നിക്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഓർഗനൈസേഷൻ എന്തെങ്കിലും വില ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എത്തിയിട്ടുള്ളൂ അവരുടെ ഗോൾ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ വർക്കേഴ്സിന് എന്താണ്, നമ്മൾ അവർക്ക് ഫ്രീ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് പിന്നെ എന്താണ്, നമ്മൾ ചില ഓർഗനൈസേഷനിൽ കണ്ടിട്ടുണ്ട് ടൂർ പ്രോഗ്രാംസുകൾ, മറ്റു പ്രോഗ്രാംസുകൾ, അവരുടെ എംപ്ലോയീസിന്റെ ഗ്രോത്തിന് പ്രിഫർ ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ സെലിബ്രേഷൻസ്, ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ്, നമ്മുടെ ഫീൽഡ് ട്രിപ്സുകൾ, അത് അല്ലാതെ ചിലപ്പോ നമ്മുടെ ഒരു കമ്പനിയുടെ ആനുവൽ ഡേയ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് വർക്ക് ലൈഫിൽ അവർക്ക് എന്താണ്, ഹാപ്പിനെസ് കിട്ടണം. അപ്പൊ ജോലി എന്ന് മാത്രമല്ല അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇതൊരു മോട്ടിവേറ്റ് ചെയ്യാണ് അവരെ. ഇതൊക്കെ ചെയ്തുകൊണ്ട് നിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ എംപ്ലോയീസ് അവിടെ തന്നെ തുടരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം അവസരങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അതായത് ഒരു പോസിറ്റീവ് തൊഴിൽ അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ട് അവിടെ വർക്ക് ചെയ്യാനോ നല്ലൊരു ലൈഫ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മനസ്സിലായോ? നമുക്ക് വർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം അല്ലെ. വർക്ക് ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും നമുക്ക് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് പറ്റണം. ഓക്കെ, യെസ്, മനസ്സിലായോ? എംപ്ലോയീസിനെ മോർ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോ പഠിച്ച എന്താണ്, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ് അല്ലെ. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്? ഒന്ന്, അവർക്ക് അപ്രീഷ്യൽ ആൻഡ് പ്രസ്റ്റീജിയസ്, അവരുടെ അന്തസ്സിനെ മാനിക്കുന്ന രീതിയിൽ, അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തുന്ന രീതിയിലുള്ള റിവാർഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. അവരുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ദെൻ അവിടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. കോമ്പറ്റീഷൻ ഉണ്ടാകുക, എംപ്ലോയീസ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുക. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതായത് വിവിധതരം ടാസ്കുകൾ കൊടുത്തുകൊണ്ട് ആ ലീഡർഷിപ്പ് പദവി കൊടുക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സുകൾ കൈകാര്യം ചെയ്യുക. പിന്നെ എന്താണ്, നല്ല രീതിയിൽ ഫിസിക്കൽ ആൻഡ് മെന്റലി ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ടെക്നിക്സുകൾ ഉപയോഗിക്കുക. പിന്നെ എന്താണ്, ജോബ് എൻലാർജ് ചെയ്ത് കൊടുക്കുക അല്ലെ, തൊഴിൽ വിപുലീകരിച്ച് കൊടുക്കുക, ജോബ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് അവരുടെ സ്കിൽസ് ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്യുക. ജോബ് എൻട്രി ചെയ്യുക. ജോബ് എൻട്രി ചെയ്യുന്ന പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയീസിനെ കൂടുതൽ ഇൻസ്പയർഡ് ചെയ്യുക എന്നാണ് അല്ലെ. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരൊരു മാനേജ്ഡ് പൊസിഷൻസിലേക്ക് ഉയർത്തുന്ന രീതിയിലുള്ള അവസരങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ആവശ്യാനുസരണം റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. അവരെ ബലപ്പെടുത്തുന്ന രീതിയിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ പ്രചോദിതരാക്കുക. അവരുടെ വർക്ക് ലൈഫിന് ഒരു വാല്യൂ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സും നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സും എന്തൊക്കെയാണെന്ന്. ക്ലിയറാണോ പിള്ളേരെ? ഓക്കെ, എംപ്ലോയീസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇതും കൂടെ ഉള്ളു, കഴിഞ്ഞ ചാപ്റ്റർ തീർന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് എടുക്കുന്നത്. ആരും എടുത്തിട്ടില്ല ചാപ്റ്റർ?
ശാസ്ത്രം എടുത്ത് അറിയില്ല. ഇല്ല. ഇത് കുറച്ച് പറയാനുണ്ട്, സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. 26 ആയാലും. Okay, thank you. Thank you. Have a nice day.